Once again, good evening, all beautiful souls. ഇന്ന് ഒരു നല്ലൊരു എന്താ പറയുക സിൽവർ ജൂബിലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു 25th സെഷനാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സെഷനിൽ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പം ഒരു സെഷനിൽ വന്നിട്ട് അടുത്തതിൽ വന്നിട്ടില്ലെങ്കിൽ പോലും റെക്കോർഡിംഗ് കാണുകയും അതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സെഷനിലും ഒരു സെഷനിലാണെങ്കിൽ പോലും വന്നവർക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ 25 വീക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൽഫ് ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. എന്താണ് കോൺഫിഡൻസ്? നിങ്ങളെ ഒരു കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാമോ? സജ്ന മാം, എന്താണ് കോൺഫിഡൻസ്? കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള. യെസ്, അതാണ്. ചില ആളുകൾ വിചാരിക്കും ഇപ്പൊ നല്ല രീതിയിലൊക്കെ ഡ്രസ് ചെയ്ത് നല്ലൊരു എന്താ പറയുക കാണാനൊരു നല്ലൊരു ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു രീതിയിലൊക്കെ അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് കോൺഫിഡൻസ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലർ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫങ്ഷന്റെ ഇടയിൽ നിൽക്കുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് കോൺഫിഡൻസ്. ശരിക്കും അതൊക്കെ പുറമേയുള്ള ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. സജന മാം പറഞ്ഞ പോലെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലെ ഉള്ള ഒരു പവറാണ്. അത് ട്രൂ ആയിട്ടുള്ള പവറാണ്. അത് നമുക്കുണ്ട്. എപ്പോ തൊട്ടെന്ന് ചോദിച്ചാൽ നമ്മള് കുഞ്ഞായിരുന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? ആദ്യം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മലർന്ന് കിടക്കാൻ മാത്രം പറ്റുന്ന സമയം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അങ്ങനെ കിടന്നില്ല. അവിടെ നമ്മൾ ഇങ്ങനെ കമിഴ്ന്ന് വീഴാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു സമയത്ത് കമിഴ്ന്ന് വീണു. ഓക്കെ, അവിടെ നിന്നില്ല. പിന്നെ ആ ശരീരം വെച്ച് ഇങ്ങനെ നീന്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെയും നിന്നില്ല. ദെൻ മുട്ടിൽ ഇഴഞ്ഞു പോവാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ എണീറ്റ് നിന്നു. പിന്നെ നടക്കാൻ തുടങ്ങി. ഓക്കെ, ആരാണ് ഈ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്? ആരാണ് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്? ആരും പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്യുവറായിട്ടുള്ള കോൺഫിഡൻസ്, ആ ഒരു പവർ, എനർജി അതവിടെ ഉണ്ട്. പിന്നെ എങ്ങനെ അത് നഷ്ടപ്പെട്ടു? നമ്മൾ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് പലയിടത്തും എത്തിയപ്പോൾ നമുക്ക് ആ സമയത്ത് പറയാൻ കഴിഞ്ഞില്ല, പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമ്മൾ ആ വളർന്നു വന്ന സറൗണ്ടിങ്സിൽ നിന്ന് നമുക്ക് ഈ പ്യുവറായിട്ടുള്ള നമ്മുടെ കോൺഫിഡൻസിന്റെ മുകളിലേക്ക് വന്നു വീണ കുറെ ലെയേഴ്സ് ഉണ്ട്. കുറെ ഫിയറിന്റെ, ഡൗട്ടിന്റെ, അങ്ങനെയുള്ള കുറെ ലെയേഴ്സ് വന്ന് വീണപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ ഒരു പ്യുവറായിട്ടുള്ള ആ ഒരു സംഭവം അവിടെ ഹൈഡായിപ്പോയി. നമുക്കിപ്പോൾ കോൺഫിഡൻസ് നേടാൻ വേണ്ടിയിട്ട് പുതിയ ഒരു ട്രെയിൻ ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഈ പറഞ്ഞ മുകളിൽ വന്ന് വീണ ഇത്തരം ലെയേഴ്സിനെ നമ്മൾ ക്ലിയർ ചെയ്യുക. അതിന് ശരിക്കും ഷാഡോ സെൽഫ് എന്നാണ് പറയുക. ആ ഷാഡോ സെൽഫിനെ നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾ ഫൈൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എല്ലാ കാര്യത്തിനുമുള്ള കോൺഫിഡൻസ് നമുക്ക് വരും എന്നുള്ളതാണ്. നമ്മളിവിടെ സേഫ്റ്റി തൊട്ട് ചർച്ച ചെയ്തിരുന്നു. സേഫ് ആവുക എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു സേഫ്റ്റി നമ്മൾ അറ്റൈൻ ചെയ്തു. ദെൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് എന്നുള്ള ഒരു ആവശ്യം വരുന്നത്. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു
റിയലൈസേഷൻ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ ആ ഒരു എന്താ പറയുക ക്രിയേറ്റീവ് ഏരിയ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ ഒരു തോട്ടിനെ നമ്മൾ ഫൈൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുക, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലേ, കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം പെട്ടുപോയ പരുന്തിന്റെ കഥ നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെയോ ആ കൂട്ടത്തിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഈ പരുന്ത് കുഞ്ഞ് വിചാരിക്കുന്നത് ഞാനും ഇതുപോലൊരു കോഴിക്കുഞ്ഞാണ്. അതിങ്ങനെ അതിന്റെ ചിറകുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിങ്ങനെ ചെറിയ രീതിയിൽ നടക്കുകയും ഇങ്ങനെ കോഴികളോടൊത്ത് പോകുന്ന ഒരു സമയം. അപ്പൊ ആകാശത്തിലൂടെ പരുന്തുകൾ ഇങ്ങനെ പറക്കുന്ന സമയത്ത് ഇതിന് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പറക്കണമെന്ന്. പക്ഷേ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിന് ചിറകുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിൽ ഞാൻ പരുന്തല്ല, എനിക്ക് ഇതിനൊന്നും കഴിയില്ല എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് മാത്രമാണ് അതിനെ പറക്കാൻ സമ്മതിക്കാത്തത്. അപ്പൊ വൺസ് അത് തിരിച്ചറിയുന്നു, ഞാൻ ഇത് വെച്ചൊന്ന് ചിറകടിച്ച് നോക്കട്ടെ, കൊള്ളാമല്ലോ, ചെറിയൊരു ദൂരം ഒന്ന് പറക്കട്ടെ എന്ന് നോക്കുന്ന സമയത്താണ് അതിന് ഉയരങ്ങൾ പറക്കാൻ കഴിയും എന്ന് മനസ്സിലാവുകയും അത് പിന്നീട് പറന്നു പോവുകയും ചെയ്തു എന്ന് നമ്മൾ കഥകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വയം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിച്ചാൽ പോലും സ്വയം നമ്മൾ പറയാ എനിക്കത് പറ്റില്ല, നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ഓക്കെയാണ്, ഞാൻ ചെയ്താൽ ശരിയാവില്ല. ആ ഒരു എന്താ പറയാ, ചില കടകളിലൊക്കെ വെച്ചിരിക്കുന്ന കാൽക്കുലേറ്റർ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? അതിൽ 1000 അടിച്ചാൽ 100 കാണിക്കൂ, 100 അടിച്ചാൽ 10 കാണിക്കും. കാരണം ആ ഫിഗറിന്റെ കുഴപ്പമില്ല, അതിന്റെ ഡിസ്പ്ലേ അതങ്ങനെ കാണിക്കും. എന്ന് പറഞ്ഞ പോലെ ആവരുത് നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു സെൽഫ് വർത്ത്, നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു അന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കുള്ള കോൺഫിഡൻസ് വരും എന്നുള്ളതാണ്. അതിന് പണ്ട് മുതലേ പറയുന്ന ഒരു അനാലിസിസ് ആണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. അപ്പൊ അത് നമ്മളെ പറ്റി നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് നമ്മൾ, ചിലർക്ക് സംസാരിക്കാനായിരിക്കും, ചിലർക്ക് എഴുതാനായിരിക്കും, ചിലർക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രെങ്തുകൾ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വീക്ക്നെസ്സും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആ ഏരിയാസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ ഒരിക്കലും സ്വയം നമ്മുടെ വില കുറച്ച് കാണാനോ ഒന്നുമല്ല. നമ്മൾ വീക്ക്നെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ, എനിക്ക് പെട്ടെന്ന് ആങ്കർ വരാൻ, ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എനിക്ക് ക്ഷമ കുറവാണ്, അങ്ങനെയുള്ള നമ്മുടേതായ വീക്ക്നെസ്സുകൾ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെക്കുകയും അതിനെ നമ്മൾ അത് മാറ്റാനുള്ള, അതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ വരികയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസ് കൂടി വരും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് നമുക്ക് ഇതായിട്ടുള്ള, നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അവസരങ്ങൾ നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് നമ്മുടെ ഭീഷണികൾ. അപ്പൊ അതും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിലും പ്രധാനം നമുക്ക് അറിവുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെ, മനുഷ്യൻ അറിയാത്തതിന്റെ ശത്രു എന്നാണ് പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ, അറിവ് വരുമ്പോഴത്തേക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്ന ഒരു ഫീലിലേക്ക് നമ്മൾ എത്തും. അറിയാത്ത സമയത്താണ് നമുക്ക് ആ ഒരു ഫിയറും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഏത് ഫീൽഡിലാണോ നമുക്ക് ഡെവലപ്പ് ആവേണ്ടത് ആ ഫീൽഡിൽ നമ്മൾ അറിവുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളതാണ് മിറർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിൽ വിജയം കൈവരിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ മിറർ ചെയ്യുക. ഇപ്പോ ഇപ്പൊ സെഷൻസ് എടുക്കുന്ന കാര്യത്തിൽ എൻ്റെ ഗുരുവിനെ ഞാൻ മിറർ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കാര്യങ്ങള് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാല് ഞാൻ എങ്ങനെ പറയുന്നു എന്നതിനേക്കാളും നമ്മുടെ
ഗുരു എങ്ങനെയാണോ അത് പറയുന്നത് അതിനെ അതുപോലെ തന്നെ നമ്മൾ മിറർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഈ ഈവൻ നമ്മുടെ ഒരു സ്മൈല് പോലും ആ മിററിങ്ങിന്റെ ഒരു എഫക്റ്റ് ആണെന്ന് പറയാറുണ്ട് അല്ലെ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളെ കാണുന്നു, ദെൻ നമ്മൾ ഒന്ന് ചിരിക്കുന്നു, അവിടുന്ന് തിരിച്ചു ഒരു ചിരി കിട്ടുന്നു, ആ ചിരി നമുക്ക് ശരിക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ആ മിററിങ് എഫക്റ്റ് എന്നാണ് അതിന് പറയാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശീലിക്കുക നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ. നമ്മൾ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കോൺഫിഡൻസിനെ കുറിച്ച് പറയാൻ വന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ താടിയും കൈ കൊടുത്ത് ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പം ആ ഒരു നമ്മൾ ആ ഒരു എന്താ പറയാ ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും ഒക്കെ നമ്മൾ അത് കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് വരും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ നമുക്കറിയാം, ഇപ്പം ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഈ സ്റ്റുഡൻസ് വരുമ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ എത്ര എനർജിയിലാണ് ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെ ആയിരിക്കും ടീച്ചറിന്റെ റിപ്ലൈ അല്ലെ. വളരെ വിനയത്തോടു കൂടി ഒരു ഫിയർ ഒക്കെ കാണിച്ചിട്ട് ഒരു സ്റ്റുഡന്റ് വരികയാണെങ്കിൽ എന്തായിരിക്കും ടീച്ചേഴ്സ് തിരിച്ച് അപ്പം വളരെ റൂഡായിട്ട് ആയിരിക്കും. അതേ സമയത്ത് വളരെ ഫ്രീ ആയിട്ട് നല്ലൊരു എനർജിയിൽ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ഒരു ഡൗട്ട് ചോദിച്ചാൽ, ഒരു കാര്യം ചോദിച്ചാൽ, ഈവൻ അത് ഇപ്പം സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ ചോദിച്ചാൽ പോലും ഒരു പുഞ്ചിരിയോടെ മാത്രമായിരിക്കും അല്ലെ ടീച്ചേഴ്സ് ആ കുട്ടിക്ക് റിപ്ലൈ കൊടുക്കുക. അപ്പൊ അത് ആ ഒരു ബോഡി ലാംഗ്വേജ് അത്രയും ആ എനർജിയിൽ മിറർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ള. പിന്നെ മറ്റൊരു കാര്യമാണ് എനർജി ഡ്രൈൻ ആയി പോവാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പം ചില നമ്മുടെ ഒരു കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ട്, ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു സംഭവം ആദ്യം തന്നെ പറയുമ്പോൾ തന്നെ നീ അതൊന്നും ചെയ്യണ്ട കേട്ടോ, അത് നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല, തീർന്നു. നമ്മുടെ പ്ലാനിങ്ങും പോയി, നമ്മുടെ എല്ലാ വിഷനും മിഷനും എല്ലാം അവിടെ തീരും. കാരണം ചില ആൾക്കാർക്ക് അങ്ങനെ വലിയൊരു പവർ ഉണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ആ എനർജി ഡ്രൈൻ ആക്കി ആളെ സീറോ ആക്കി എടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് ഫൈൻഡ് ചെയ്യുക നമ്മുടെ കാര്യത്തില്. അങ്ങനെയുള്ള എനർജി ഡ്രൈൻ ആവുന്ന സർക്കിൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ്. ഓക്കെ, അതിന് പറ്റുന്ന ആൾക്കാരുണ്ടാവും. ആ എനർജി ലെവലിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ ഉപദേശിക്കാനും പറ്റുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരോട് നമ്മൾ ഷെയർ ചെയ്താൽ അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ടാണ് കമ്പയർ ചെയ്യുക. നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ ആ ഒരു ഇത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. ഇന്നലത്തെ നമ്മളും ഇന്നത്തെ നമ്മൾ അതൊക്കെ ആ കമ്പയർ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നാളെ നമ്മൾ എങ്ങനെ ആകണം, ഇന്നത്തെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ലാതെ മറ്റൊരാളോ അവരൊക്കെ കണ്ടില്ലേ, അവരത്രയൊക്കെ നേടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പയറിങ് വരുമ്പോഴത്തേക്ക്, ആ കമ്പാരിസൺ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എനർജി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആവും. ഓക്കെ, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ മറ്റൊരു കാര്യമാണ് ഇംപെർഫെക്ഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ചൈനീസ് അല്ല ജാപ്പനീസ് കൺസെപ്റ്റ് ഉണ്ട്, വാബി സാബി എന്ന് പറയും. വാബി സാബി നമ്മൾ ഇക്കിഗായി ഒക്കെ കഴിഞ്ഞ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതുപോലത്തെ ഒരു സംഭവമാണ് വാബി സാബി എന്ന് പറയുന്നത്. അതായത് ഇംപെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ തന്നെ എടുക്കാം. ഈ സെഷൻ തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ആഡ് ഇങ്ങനെ കൊടുക്കണമല്ലോ. ഞാനിങ്ങനെ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ആ എന്താ പറയാ, ലൈറ്റിംഗ് ശരിയായില്ല, സൗണ്ട് ശരിയായില്ല, പല പല ഇംപെർഫെക്ഷൻസ് ആണ്. അവസാനം ഞാൻ ഈ ഒരു ടൂള് യൂസ് ചെയ്തു. ഓക്കെ, വാബി സാബി മീൻസ് ഇംപെർഫെക്ഷനോടുകൂടി തന്നെ അത് ചെയ്യാം. സൗണ്ട് ഓക്കെ അല്ലേ, നോ പ്രോബ്ലം. ലൈറ്റിംഗ് പ്രോപ്പർ അല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ലേ, നോ പ്രോബ്ലം. ഇപ്പൊ എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ആ ഒരു ടൂള് കൂടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
കറക്റ്റായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇംപെർഫെക്ഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് പിന്നീട് അതിന്റെ ആ ഒരു ഗ്രാജുവലി നമുക്ക് ആ ഗ്രോത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇന്നിപ്പോ അങ്ങനെ തുടങ്ങി. ഇന്നിപ്പോ നമുക്ക് 25ാമത്തെ സെഷനിൽ ഈ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ന് ആ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊണ്ട് ഞാൻ ആ ഒരു ആക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരിയല്ലേ? അപ്പോ നമുക്ക് ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഇപ്പോ ചില കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ പാരൻസ് അവരെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എത്രയും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് വളർത്തുന്നെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇപ്പം കുഞ്ഞു മനസ്സുകളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കോൺഫിഡൻസ് നഷ്ടപ്പെടുമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ പറയാറുണ്ട് ഇന്നർ ചൈൽഡ് വോൺസ് ഒക്കെ ഹീൽ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ അത് പെട്ട ഒരു കാര്യം ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടി, അവൻ ഇപ്പൊ മഴ സമയമാണല്ലേ, അപ്പൊ മഴ ഇങ്ങനെ മഴ നനയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി മഴ നനഞ്ഞ് പനിയൊക്കെ വരച്ചു വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവനോട് ഷൗട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആ കുട്ടിയുടെ മനസ്സിൽ ഓക്കെ മഴ എന്ന് പറഞ്ഞാൽ പനിയാണ്. അപ്പൊ അവന്റെ മനസ്സിൽ അത് ഒന്നാമത്തെ കാര്യം ആ ഒരു എന്താ പറയാ ബോണ്ടായി ആ ഒരു ഇങ്ങനെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ. ദെൻ അതിനപ്പുറം എന്ന് മഴ വന്നാലും ഇവൻ ഈ ഒരു പനിയെ ക്ഷണിക്കുന്ന പോലെ ഇവന്റെ മൈൻഡ് കണക്റ്റഡ് ആവും. മനസ്സിലായില്ലേ? മഴ വന്നാൽ പനി വരും എന്ന് പണ്ടേ ഈ സബ് കോൺഷ്യസിൽ സെറ്റ് ആവും. അപ്പൊ അത് എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പോലും ഓക്കെ ഇന്നിനി ഇപ്പൊ ചെയ്യണ്ട, ഇന്ന് അപ്പം ക്ലൈമറ്റിന് റിലേറ്റഡ് ആയി ആളുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഇന്ന് മഴയായതുകൊണ്ട് ആ കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞ് വലിയ വലിയ ആളാകുന്ന സമയത്തും ആ ഒരു ബോണ്ടിങ്ങിനെ പിന്നിലേക്ക് വലിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ചുവരിൽ ഇപ്പൊ പെൻസിലും കളർ പെൻസിലും ചായയൊക്കെ വെച്ചിട്ട് ആ കുട്ടി ചുവരിൽ വരക്കാൻ പോകുന്ന സമയത്ത് ദെൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഇതൊന്നും ഇവിടെ വരക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാരൻസ് അതെടുത്ത് പൂട്ടി വെക്കുക. ദെൻ ആ കുട്ടിയുടെ മനസ്സിൽ ഓക്കെ അപ്പം വരക്കാൻ പാടില്ല, അപ്പൊ എൻ്റെ ഈ ഒരു കഴിവ് പ്രകടിപ്പിക്കുക, അത് സപ്രസ് ആയി. പിന്നെ അത് എവിടെയാണ് അത് പ്രകടിപ്പിക്കുക? ഓക്കെ, അപ്പൊ അതിന് വേറെ രീതികളുണ്ട്. അത് പാരന്റിങ്ങിന്റെ തലങ്ങളിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം അതൊക്കെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളർന്നു വരുമ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. നമുക്ക് സമയം വളരെ കുറവാണ്. ഇനി നിങ്ങളുടെ ഒരു ഡിസ്കഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് നല്ലൊരു സന്തോഷമുണ്ടായത് ഗ്രൂപ്പിൽ ഞാൻ പങ്കുവച്ചിരുന്നു. ഇന്ന് എനിക്കൊരു റിവാർഡൊക്കെ കിട്ടി. ഒരു പാർക്കറിന്റെ പെന്നാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബീന മാം ഇവിടെയുണ്ട്. എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. ഇന്ന് 25ാമത്തെ സെഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് എടുത്തതിന് തന്നതാണ്. അപ്പൊ അതും ശരിക്കും ഈ കോൺഫിഡൻസിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിപ്പം ഇങ്ങനെ തന്നപ്പോൾ ശരിക്കും എന്റെ കോൺഫിഡൻസ് കൂടി എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് റിവാർഡ് കിട്ടി. ഞാനപ്പോൾ സെഷൻ എടുത്തതിൽ അതിന്റെ റിസൾട്ടുകൾ ഉണ്ട്, അതിന് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു റിവാർഡ് കിട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് കൂടെയാണ്. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാം. സ്വന്തമായിട്ടും റിവാർഡുകൾ കൊടുത്തുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇവിടെ ഈ ചർച്ച തൽക്കാലം എൻ്റെ ഒരു സെഷൻ വൈൻഡപ്പ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബെസിമ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് ഇതിന്റെ ഒരു റീക്യാപ്പും ഡിസ്കഷനും ഒക്കെ ആയിട്ട് ലീഡ് ചെയ്യാൻ വരുന്നത്?
യെസ്, ആർക്കും കോൺഫിഡൻസ് ഇല്ലേ? യെസ്, സജന മാം പറയൂ. സജന മാം ഇമോജി ഇടാണ്. വേറെ ആരാണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നവര് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി മുതൽ വീഡിയോ മോഡ് നിർബന്ധമാക്കാൻ പോവാണ്. കാരണം വീഡിയോ മോഡിൽ വരിക എന്ന് പറയുന്നത് അത് വേറൊരു കോൺഫിഡൻസ് ലെവലാണ്. നമുക്ക് നമ്മളെ തന്നെ കാണാനും നമുക്ക് മറ്റുള്ളവരെ നമ്മളെ പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ വീഡിയോ മോഡിലാണെങ്കിൽ നമുക്ക് എളുപ്പം നിൽക്കുകയായിരുന്നു. പിന്നെ ആർക്കാണ് പറയാൻ കഴിയുക ഇന്നത്തെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും? ദിശ മാം, ഇന്നെന്താ ബസ്സി മാം വരാഞ്ഞത്? യെസ് ബീന മാം പറയൂ. താങ്ക് യു സോ മച്ച് ആ, ഫോർ യുവർ വാല്യുബിൾ ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ, പിന്നെ പറയൂ. എനിക്ക് അങ്ങനെ പറയാനും വേണ്ടി ഒന്നും അറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, നല്ല ക്ലാസ് ആണ്, നല്ല ഒരുപാട് അവയർനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം ക്ലാസ്സിൽ തന്നെ വല്ല മിററിങ് എഫക്ട്സ് എന്ന് പറയും. അപ്പൊ അത് കറക്റ്റ് ആണ്. അത് നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ നമ്മളോട് കാര്യം ഒരാൾ പറയുക, ഇത് കൊള്ളത്തില്ല, പറ്റുന്നില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡ്രസ്സ് അങ്ങ് ഉപേക്ഷിക്കും, നമ്മൾ ഉപയോഗിക്കത്തേ ഇല്ല. പക്ഷെ അതേ ഒരേ സമയം കൊള്ളാത്തതാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊച്ചു കുഞ്ഞിന്റെ കാര്യമാണേലും ഒക്കെ അത് ഓക്കെയാണ്. അത് കറക്റ്റ്. നമ്മളെ പിന്തിരിപ്പിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ നമ്മളത് ഒന്നുകൂടെ അങ്ങ് ഡൗൺ ആയി പോകും. പിന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഞാനൊരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചതാണ്. കെട്ടിക്കൊണ്ട് വന്നതും അതുപോലെ തന്നെ. എൻ്റെ 20ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. ഞാൻ വന്ന സമയത്ത് കൂട്ടുകുടുംബമായിരുന്നു. എന്നോട് പുറത്തോട്ട് ഇറങ്ങാനുള്ള അനുവാദമൊന്നും ഇല്ലാഞ്ഞ ഒരു സമയമായിരുന്നു. പിന്നെ എൻ്റെ മക്കൾ എനിക്ക് 2 ആൺപിള്ളേരാണ്. രണ്ടുപേരും വളർന്ന് വന്ന മരുമക്കളും നല്ല മരുമക്കളാണ്. അവരെന്നോട് എനിക്ക് പ്രോത്സാഹനം നല്ലതായിട്ട് തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതെല്ലാം എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കാൻ കിട്ടിയിട്ട് എനിക്ക് എൻ്റെ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു, തേർഡ് ഗ്രൂപ്പാണ് എടുത്തത്. അതുകൊണ്ട് ആ പുസ്തകം എല്ലാം വേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് തേർഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചതാണ്. ആ പഠിത്തം പോലും പൂർത്തിയാക്കാതെയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. ആ ഒരു വിഷമമൊക്കെ ഇപ്പം മാറുന്നുണ്ട്. നമ്മൾ പിള്ളേരുടെ കൂടെ ഇരുന്ന് പുറത്തോട്ടൊക്കെ ഓരോ പരിപാടിക്കൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പൊ ഈ പരിപാടി എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഞാൻ എന്ത് തിരക്കിട്ടിട്ടാണേലും ഞായറാഴ്ച ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുന്നത്. ഞാൻ അതിനാണേലും ബീച്ചിലാണേലും ഞാൻ ഈ ഫോണും കൊണ്ട് പോയിട്ട് ഞാൻ മാറി അവിടെ ഇരിക്കും. പിള്ളേർ എന്നെ കളിയാക്കും, ഉമ്മ എന്തിനാ ഫോണും. ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമുള്ളൊരു കാര്യമുണ്ട്, ഇത് ഞാൻ അരമണിക്കൂർ ഇതിന് എന്തായാലും സ്പെൻഡ് ആവുന്നു. ഞാൻ അങ്ങ് നിൽക്കും. അപ്പൊ അങ്ങനെയാണ്. നല്ല ഇതാണ്. 25ാമത്തെ എപ്പിസോഡായി. ഇനി അത് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. താങ്ക് യു വിനയ മാം, താങ്ക് യു. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ എപ്പോഴും നമ്മൾ സംഭവിച്ച കാര്യങ്ങളിൽ സ്റ്റക്ക് ഓൺ ചെയ്തിരിക്കാതെ നമ്മൾ എന്താണ് നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്ന എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. കോൺഫിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണത്. മൈൻഡ്ഫുൾ ആയിരിക്കുക, പ്രസന്റ് മൊമെന്റിലെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബീന മാം ഇപ്പൊ പറഞ്ഞത്. കാരണം പാസ്റ്റ് കഴിഞ്ഞു. പാസ്റ്റിൽ പിന്നെ നമുക്ക് അന്നേരം അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇപ്പോൾ മൈൻഡ്ഫുൾ ആയിരുന്നാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടാനും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ കഴിയൂ. ഓക്കെ, ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. ആർക്കാണ് പറയാൻ കഴിയുക?
നമ്മളെ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും നമ്മൾ സ്വയം ഞാൻ പറയാം എന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആവുക എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിന്റെ ഒരു ലോ ആണത്. ഓക്കെ, ജിഷ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു. ഞാൻ പറയാം. അല്ല, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല് സജന മാം സാറും എല്ലാം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്നെ കൊണ്ടത് കഴിയും, എനിക്ക് പറ്റും എന്നുള്ള ആ ഒരു സ്വരം, എന്നില് ആ സ്വരം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒന്ന് ഫെയ്ഡായിപ്പോയായിരുന്നു. അതിനെ ഞാൻ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സ്വരം തിരിച്ചു വരാൻ തുടങ്ങിയെന്ന് സന്തോഷത്തോടുകൂടി എനിക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം എനിക്ക് ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാതെ, നോ പറയാൻ പറ്റാതെ ജോലിയിലൊക്കെ ഞാൻ കുറച്ചൊന്ന് ഒരു വിഷമാവസ്ഥയുണ്ടായി. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ക്ലാസ് എനിക്ക് വീണ്ടും ഒരു ഉത്തേജനമായി. ആ കോൺഫിഡൻസിന്റെ സ്വരം എൻ്റെ മനസ്സിൽ നിന്ന് വീണ്ടും വരാൻ തുടങ്ങി. താങ്ക് യു. താങ്ക് യു ജിഷ മാം. ഒരു വലിയ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണത്, കോൺഫിഡൻസ് വീണ്ടെടുത്തു എന്ന് പറയുന്നത്. കാരണം എന്താ പറയാ, അവിടെ പരാതികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ വിക്ടിം മെന്റാലിറ്റിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫെയിലിയർ ആണ്. ഈ യൂണിവേഴ്സ് ഒരിക്കലും ഒരു വിക്ടിമിനെ ആവശ്യപ്പെടുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്താണ് നമുക്കിപ്പോ ജിഷ മാമിന്റെ കേസിൽ അത് റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയ കാര്യം. എനിക്കത് ഫെയ്ഡ് ആവുന്നു എന്ന് റിയലൈസ് ചെയ്തിട്ട് അതിനെ തിരിച്ചു പിടിക്കാന്നുള്ള. ഓക്കെ, നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ AI-യോ റോബോട്ടോ ഒന്നുമല്ല. നമുക്കത് ഓരോ ഇമോഷന്റെ പാർട്ടുകൾ വരുമ്പോഴും നമുക്കതിങ്ങനെ മാറി മാറി വരും. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് തന്നെ മാറി മറിയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അപ്പം ആ ഒരു രീതിയിൽ അതിനെ തിരിച്ചു പിടിക്കുകയാണ്. അപ്പം ജിഷ മാം ചെയ്തത് വലിയൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ അത് തന്നെയാണ് ഞാൻ ഈ സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. സാറ് പറഞ്ഞില്ലേ മൈൻഡ്ഫുൾ ആയി ഇരിക്കുക എന്ന്. അപ്പം മൈൻഡ്ഫുൾ ആയി ഇരുന്നു കൊണ്ട് അത് അപ്പൊ നമുക്ക് ആ സാഹചര്യങ്ങളെ അസസ് ചെയ്യുക. അപ്പൊ നമുക്ക് പഴയ പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഭയം, ആ ഭയത്തെ അതിജീവിക്കാൻ പറ്റുമ്പം നമ്മളിലേക്ക് വീണ്ടും ആ കോൺഫിഡൻസ് തിരിച്ചു വരും. അതാണ് ജിഷ മാം പറഞ്ഞത്. നമ്മള് ശരിക്കും എന്താ പറയാ, നമ്മള് ഇപ്പം കോൺഫിഡന്റ് ആവുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഫിയർ ഒഴിവാക്കുക എന്നല്ല. ഫിയർ, എനിക്കൊരിക്കലും ഒരു കാര്യത്തിലും പേടിയില്ല എന്ന് പറയുന്നത് അതല്ല. ഹ്യൂമൻ ആണോ അത് നമ്മുടെ ബോഡിയിലും നെർവസ് സിസ്റ്റത്തിലും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സേഫ്റ്റിക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഓക്കെ, ദെൻ ജിഷ മാം പറഞ്ഞതുപോലെ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഒരു മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന റീസൺ കൊണ്ടാണ് ആ ഫിയർ വന്നത്. അപ്പൊ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക, അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ നമ്മൾ അതിൽ നിന്ന് റിലീസായി, നമ്മളത് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൽ നിന്ന് റിലീസായിട്ട് നമുക്ക് ഫ്രീ ആകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് വലിയൊരു ടേക്ക് അവേ ആണ് ജിഷ മാം ഇവിടെ തന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ ഇനി ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. അതുപോലെ ഓവർ കോൺഫിഡൻസും സാധാ കോൺഫിഡൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ തന്നെ നമുക്ക് അറിയാലോ. അതായത് ഇപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മൾ അമിതമായിട്ട് വിശ്വസിച്ച് അതൊരു എന്താ പറയാ വ്യാജ ചിന്താഗതി, ഇങ്ങനെ പറയുമല്ലോ നമ്മൾ, ഹാലൂസിനേഷൻ, ഡെലൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങള് നമ്മൾ ചെയ്തു വെക്കുമ്പോഴാണ്, ചിന്തിച്ചു വെക്കുമ്പോഴാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ചില ആളുകള് തോറ്റുപോകും. അപ്പൊ നമ്മൾ പറയാറുണ്ട് ആള് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു, അതാണ് തോറ്റതെന്ന് പറയും. അപ്പൊ കാരണം എന്താണ്, ഇതിപ്പോ ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്രാക്ടീസും അതിൻ്റെതായ റൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അത് ചെയ്യാതെ പോയിട്ട് ഞാൻ ജയിക്കണം എന്ന് പറഞ്ഞാല് ഓവർ കോൺഫിഡന്റ് ആണ്, അല്ലെ? ഇപ്പൊ ഇലക്ഷൻ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ വേണ്ട വർക്ക് ചെയ്യാതെയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട്
നോമിനേഷൻ കൊടുത്തു അല്ലെങ്കിൽ 2 പോസ്റ്റർ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആള് ജയിക്കുമോ? ഇല്ല. ഓക്കെ. അപ്പോൾ റിയാലിറ്റിന്ന് തെന്നി പോകുമ്പോഴാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള അറിവ്, നമ്മൾ ചെയ്യേണ്ട കാര്യത്തിനുള്ള അറിവ്, ആദ്യം ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് അറിവാവേണ്ട അല്ലേ? അപ്പൊ ആ അറിവ് ക്ലിയർ ആയിട്ട് നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള കോൺഫിഡൻസ് വരിക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയാതെ വരുമ്പോഴാണ് നമ്മൾ ഓവർ കോൺഫിഡൻസിലേക്ക് പോകുന്നത്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ച നമ്മൾ അഫർമേഷൻ ഇല്ല, നമ്മൾ എനിക്ക് പറ്റും എന്നുള്ള പറയുമല്ലോ, അതും കൂടി കണക്ട് ചെയ്യുമ്പോ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇത് ഓക്കെ. അഫർമേഷൻ ചെയ്യുമ്പോൾ എന്താ പറയാ, എപ്പോഴും ആ ഒരു നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ് ആക്സസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ. ഇപ്പം എന്താ പറയാ, ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണെന്ന് ഉറപ്പിക്കുക. ഇപ്പം എന്താ എക്സാമ്പിൾ പറയാം, ഇപ്പം പ്ലെയിൻ പറത്താൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ഞാനൊരു പൈലറ്റ് ആവും, അല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് പറത്തും എന്ന് പറഞ്ഞിട്ട് 10,000 അഫർമേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എക്സാമ്പിൾ പറയാണ്. അപ്പം അത് എപ്പോഴും എന്താ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം അഫർമേഷൻ ആയിട്ട് പറയേണ്ടത്. ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ, ഞാൻ കടം ഒഴിവാക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടം എന്നുള്ള വാക്കും അതൊക്കെയാണ് പോകുന്നത് ഉള്ളിലേക്ക്. അപ്പൊ വീണ്ടും ഇനിയിപ്പം എന്ത് ചെയ്യാൻ, അടുത്ത വീണ്ടും അത് ഒന്ന് മേക്കപ്പ് ചെയ്യാം, അവിടുന്ന് ഒന്ന് റോൾ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത കടത്തിലേക്ക് പോകും. ഓക്കെ. അപ്പം റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ അഫർമേഷൻ ചെയ്യാൻ. ഓക്കെ. നമ്മളിപ്പം അപ്പം ആ വാക്കുകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മൈൻഡിൽ കറക്റ്റ് അത് വന്നിട്ട് വേണം അഫർമേഷൻസ് യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിനാൻഷ്യൽ കാര്യമാണെങ്കിൽ, ഞാൻ സമൃദ്ധിയിലേക്ക് പോവുകയാണ്, ഞാൻ സമൃദ്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ സമൃദ്ധിയിലാണ് എന്നുള്ള അഫർമേഷൻസ്, പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അഫർമേഷൻസ് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് നോക്കുകയും ആവശ്യമില്ലാത്തതിന് ചെലവാക്കാതിരിക്കുകയും അങ്ങനെയുള്ള നമുക്ക് എക്സ്ട്രാ എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസിനെ കൂടി എന്താ പറയാ പറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാം. ഓക്കെ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അനസ് സർ, യെസ്. താങ്ക് യു ഫോർ ദിസ് ലെസൺ. പിന്നെ റീക്യാപ്പ് പറയാൻ പറഞ്ഞപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അതിന്റെ ഇടയിൽ കുറച്ചു നേരം മൈൻഡ്ഫുൾ ആവാൻ പറ്റിയില്ല. മോന്റെ കൂട്ടുകാരൊക്കെ കൂടെ വന്നിട്ട് അവരുടെ പ്രശ്നം കേൾക്കാൻ നിൽക്കേണ്ടി വന്ന്. അപ്പൊ സാറ് പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ആവാൻ പറ്റാത്ത കാരണം എന്റെ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഞാൻ കേട്ടത് വെച്ചിട്ട് അതായത് നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമല്ല ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആക്ഷനിൽ കൂടെയും ലേണിങ്ങിൽ കൂടെയും ഒക്കെ നമ്മൾ അത് ബിൽഡ് ചെയ്തെടുക്കേണ്ട സാധനമാണ്. നമ്മളിൽ തന്നെ ഉള്ളൊരു വിശ്വാസം വേണം. പിന്നെ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, അത് നമ്മളുടെ കോൺഫിഡൻസ് കുറയ്ക്കും. അതുപോലെ ഫിയർ പാടില്ല. നമ്മൾക്ക് നമ്മുടെ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുക, അല്ലാണ്ട് ഫിയർ പാടില്ല. അതുപോലെ നമ്മളുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ആയാലും അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ കോൺഫിഡൻസ് കൂടും. ഇപ്പൊ നമ്മൾക്കിപ്പോ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ വരുമ്പോൾ സാർ ഇപ്പൊ പറഞ്ഞ പോലെ സാറിന് ഒരു ഗിഫ്റ്റ് കിട്ടി, അപ്പൊ സാറിന്റെ കോൺഫിഡൻസ് കൂടി. അപ്പൊ അങ്ങനെയും നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെയൊക്കെയാണ് കോൺഫിഡൻസ് എന്ന സാധനം നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്ന ഒരു സാധനമാണ്. ലേണിംഗ്, അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. താങ്ക് യു സജന മാം. ലാസ്റ്റ് മിനിറ്റിൽ വന്ന സജന മാം വളരെ കാര്യപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ 25ാമത്തെ സെഷൻ വളരെ എന്താ പറയാ മനസ്സ് നിറഞ്ഞു. സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ